ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൂപ്പർ ടേസ്റ്റിലൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി. ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഒരു മൂത്ത ചക്ക ഞങ്ങൾ പുഴുക്കുണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് ഇത്രയും ചക്ക മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ചുള ഇരിയണതൊന്നും കാട്ടിയില്ല, കുറേ അങ്ങോട്ട് നീളത്തിൽ ഈ വീഡിയോ പോണ്ടാച്ചിട്ട് ഇത് മുറിച്ച് കുക്കറിലിട്ടത് മുതൽക്കാണ് ഞാൻ വീഡിയോ പിടിച്ചത്. ഇനി അതിലേക്ക് പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ചക്ക വേവാൻ ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിങ്ങനത്തെ ഒരു കൈപ്പാട്ടയ്ക്ക് ഒരു പാട്ട വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി മൂടിയിട്ടതിന് ശേഷം അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് 3 വിസിൽ കയറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഈ ചക്ക വേകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് ഒരു മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്, ചെറുതായതിനെ കൊണ്ട് 10 വെളുത്തുള്ളിയിൽ എടുത്തിട്ടുണ്ട്, വലുതാണെങ്കിൽ 8 മതി, 6 ചെറിയ ഉള്ളി. ഇതൊക്കെ കൂടി മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം കുക്കർ വിസിലൊക്കെ വന്നിട്ട് ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കുക. ചക്ക നല്ലോണം വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊന്നിങ്ങനെ ഇളക്കിയതിന് ശേഷം ആ ഒതുക്കി വെച്ച അരപ്പുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടുക. ഇതൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ ചക്ക നല്ലോണം ഒന്ന് കയ്യിലോട്ട് ഉടച്ചെടുക്കുക. ഇപ്പം ചക്ക നല്ലോണം കയ്യിലോട്ടൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ വറവൊന്നും ചേർത്തി കൊടുക്കണില്ല, ഈ പച്ച വെളിച്ചെണ്ണ മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. ആ അരപ്പൊന്ന് വേവണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് കേട്ടോ ഈ ചക്ക വെച്ചത്. ചുവന്ന മുളക് പൊടി ഇട്ടിട്ട് വെക്കുന്നതിനേക്കാളും ഇങ്ങനെ പച്ചമുളക് ഇട്ടിട്ട് ഇതുപോലെ വെച്ചിട്ട് കഴിക്കാനാണ് എനിക്ക് ഏറെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഇപ്പം ചക്കയൊക്കെ നല്ലോണം ഉടച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു അടിപൊളി ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. ഇതിൻ്റെ കൂടെ ഒരു മീൻ കറിയും കൂടി ഉണ്ടെങ്കിൽ അതിലേറെ സൂപ്പറായിട്ടോ. നല്ല ടേസ്റ്റാണ് മീൻ കറി കൂട്ടി കഴിക്കാൻ. അപ്പോൾ ഇനി ഇങ്ങനെ ചക്ക കിട്ടുന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. ആരോഗ്യത്തിന് വളരെ നല്ലൊരു സാധനമാണ് ഈ ചക്ക. അപ്പോൾ ഇനി ചക്ക കിട്ടുന്ന സമയത്ത് ആരും ഇത് വെറുതെ കളയരുത് കേട്ടോ.